നമ്മളൊരു വണ്ടിയെ കയറി നിന്നിട്ട് എന്തെങ്കിലും എടുക്കാതെ ഓടിക്കാൻ പറ്റുമോ? നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ പറഞ്ഞു എന്തൊക്കെ ചെയ്തിട്ട് എടുക്കണമെന്ന് ഇതുവരെ. സീറ്റ് ബെൽറ്റ് ഇടണം, ഡ്രൈവ് ഇട്ടിട്ട് ബ്രേക്കിന്റെ കാലത്ത് ആസിഡ് കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ ചെയ്യാനാ പറഞ്ഞത്. സ്ഥലം ഏതാ? കുറ്റിപ്പുറ പഠിച്ചു ഇങ്ങനെ പറഞ്ഞു തന്നല്ലേ. നിങ്ങൾക്ക് ഇതുപോലെ മുൻപിലൂടെ വരുന്ന വാഹനത്തെ കാണുമ്പോൾ പേടിയാണ്. കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഒരുപാട് തിരക്കുകൾ, പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ കിടക്കുന്ന സമയത്തും ടൗണുകളൊക്കെ വരുന്ന സമയത്ത്. ഇന്ന് ക്ലാസ് നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരെന്താ? എടപ്പാൾ. ഏതാ ജില്ല? മലപ്പുറം ജില്ല എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ ജംഗ്ഷനുകള്, തിരക്കുകള്, മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുമ്പോൾ പേടി. ഇങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്ത ശേഷം ഒന്നിട്ട് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണെന്ന് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.